Hi all, welcome to iPlus Training Solution. നമുക്കിന്ന് സയന്റിഫിക് ഓഫീസറിലെ കുറച്ച് PYQs നോക്കാം. First question, according to Casper's dictum, time taken for the same amount of putrefaction to occur when the body is in air, water and buried in the earth is in the ratio of. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്പേഴ്സ് ഡിക്റ്റം പ്രകാരം എന്താണ് കാസ്പേഴ്സ് ഡിക്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഡെത്തിന് ശേഷം ഡീകമ്പോസ് ചെയ്യാൻ എടുക്കുന്ന ഒരു റേറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് അത് ഓരോ എൻവിറോൺമെന്റിലും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ സോയിലിൽ ചിലപ്പോൾ ടൈം കൂടുതൽ എടുക്കാം, വാട്ടറിൽ ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് എയറിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എയറിലും വാട്ടറിലും സോയിലും എങ്ങനെയാണ് അതിന്റെ റേഷ്യോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആൻസർ? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 8:1:2, ബി 1:2:8, സി 4:1:3 ആൻഡ് ഡി ഈസ് 3:1:4. അപ്പൊ ഇതിൽ ഏത് ആൻസർ ആയിരിക്കും കറക്റ്റ്? The correct answer is 1:2:8. So, Casper's dictum എന്താണെന്നൊരു explanation കൊടുത്തിട്ടുണ്ട്. It describes the relative rate of decomposition of a body in different environments. പല എൻവിറോൺമെന്റിലും എങ്ങനെയാണ് അത് ഡീകമ്പോസ് ചെയ്യുക, ഡീകമ്പോസ് ചെയ്യുന്ന റേറ്റ് എങ്ങനെയാണ്, അതാണ് കാസ്പേഴ്സ് ഡിക്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പല എൻവിറോൺമെന്റിലും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ എയറിലും വാട്ടറിലും സോയിലും അതിന്റെ റേഷ്യോസ് എങ്ങനെയായിരിക്കും? 1:2:8. ഈ റേഷ്യോ ഓർത്തിരുന്നാൽ മാത്രം മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവ്ഡ് ഇൻ ആന്റിമോർട്ടം വൂൺസ്? എന്താണ് ആന്റിമോർട്ടം വൂണ്ട്? നമുക്ക് ആദ്യം നോക്കാം അല്ലെ. ആന്റിമോർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിമോർട്ടം ഉണ്ട്, പോസ്റ്റ്മോർട്ടം ഉണ്ട്. രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിന്ന് പഠിക്കാം. ആന്റിമോർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഡെത്ത് സംഭവിക്കുന്നതിന് മുന്നേ ഉണ്ടാവുന്ന ബോഡിയിലെ ചേഞ്ചസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്ലഡ് വെസൽ ഇങ്ങനെ ബ്രോക്കൺ ആയിട്ട് ബ്ലഡ് പുറത്തോട്ട് പോവുക, ബ്ലീഡിങ്, അതുപോലെ തന്നെ റെസ്പിറേഷൻ, ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ ആന്റിമോർട്ടം ആണ്. നമ്മുടെ ജീവനുള്ള ആളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഇനി പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് മീൻസ് എന്താണ്? ആഫ്റ്റർ ആണ് അല്ലെ. അപ്പൊ ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഡെത്തിന് ശേഷം ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതാണ് ഇവിടെ വരുന്നത്. സോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്താ? ആന്റിമോർട്ടം വൂൺസിൽ ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ നോ ഹെമോറേജ്. ഹെമോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് ബ്രോക്കൺ ആയിട്ട് ബ്ലഡ് പുറത്തോട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആണ് ഹെമോറേജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പറഞ്ഞേക്കുന്നത് നോ ഹെമോറേജ് എന്നാണ്. സെക്കൻഡ് വൺ സെല്ലുലാർ പ്രൊളിഫറേഷൻ ആൻഡ് ഇൻഫിൽട്രേഷൻ. സെല്ലുലാർ പ്രൊളിഫറേഷൻ എന്ന് പറഞ്ഞാൽ സെൽസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്യുക, ഗ്രോത്ത്, അതൊക്കെയാണ് സെല്ലുലാർ പ്രൊളിഫറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ മൂവ്മെന്റ് ആണ്. സോ ഇത് രണ്ടും ജീവനുള്ള ഒരു ബോഡിയിലാണോ ജീവനില്ലാത്ത ഒരു ബോഡിയിലാണോ ഉണ്ടാകാൻ നമ്മൾ ആലോചിക്കാം. തേർഡ് വൺ ആബ്സെൻസ് ഓഫ് സ്പേർട്ടിംഗ് എന്നാണ്. സ്പേർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് പുറത്തോട്ട് തന്നെ ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പൊ അത് എപ്പോഴാണ് ഉണ്ടാവുക ആലോചിക്കാം. അത് ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ഓപ്ഷൻ. ഇനി ഫോർത്ത് ഓപ്ഷൻ എന്താ? സ്റ്റെയിനിങ് ഓഫ് വൂണ്ട് എഡ്ജസ്. മുറിവ് ഒന്നല്ലെങ്കിൽ ഉണങ്ങുക, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ ചെയ്യുക, ഇതൊക്കെയാണ് സ്റ്റെയിനിങ് ഓഫ് വൂണ്ട് എഡ്ജസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ആന്റിമോർട്ടം വൂണ്ടിൽ വരാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് 1 and 2 only, 2 and 3 only, 2 and 4 only, 3 and 4 only. ഏതായിരിക്കും ആൻസർ വരാ? The answer is 2 and 4 only. Because സെല്ലുലാർ പ്രൊളിഫറേഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാണല്ലോ. അത് ജീവനുള്ള ഒരു ബോഡിയിലേ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ സെല്ലിന്റെ മൂവ്മെന്റും ജീവനുള്ള ബോഡിയിലേ നടക്കുള്ളൂ. അതുപോലെ തന്നെ സ്റ്റെയിനിങ്, ഉണക്ക് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, ഇതൊക്കെ ജീവനുള്ള ബോഡിയിൽ തന്നെ നടക്കുള്ളൂ. സോ ദ ആൻസർ ഈസ് 2 and 4. പിന്നെ നമുക്ക് വേറെ കുറച്ച് ക്യാരക്ടേഴ്സും ലൈക്ക് സ്പേർട്ടിങ് അതുപോലെ തന്നെ ഹെമോറേജ്, ഈ രണ്ട് ക്യാരക്ടേഴ്സും ആന്റിമോർട്ടം വൂണ്ടിൽ ഉള്ളതാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോ ആൻഡ് ആബ്സെൻസ് തന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2 and 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണെന്നൂടെ നോക്കിയേ. ഇൻ സുഷിഹാസി ക്ലാസിഫിക്കേഷൻ റെറ്റിക്കുലേറ്റ് ഗ്രൂപ്പ്സ് ബിലോങ് ടു വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് ലിപ്പിഡ്സ്? ഏത് വരും ആൻസർ? ഇനിയിപ്പോ നമുക്ക് ഈസി ആയിട്ട് പറയാലോ, ടൈപ്പ് 4. അതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ ഈ സുഷിഹാസി ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് യാസുവോ സുഷിഹാഷി എന്ന് പറയുന്ന ഒരാളാണ്. ആൻഡ് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലിപ് പ്രിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ പോലെ തന്നെ യുണീക്ക് ആണ്, എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിലെ നമ്മുടെ ഗ്രൂവ്സും ചെറിയ ചെറിയ ഫിഷേഴ്സ്, ചുളിവുകളൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു എന്ത് ചെയ്തു, ഒരു ലിപ് പ്രിന്റ് ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു. ആ ലിപ് പ്രിന്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ സുഷിഹാഷി ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് ഓർത്തിരിക്കാമല്ലോ. സുഷിഹാഷി ക്ലാസിഫിക്കേഷൻ.
സോ ഇതില് നമുക്ക് എത്ര ടൈപ്സ് പഠിക്കാനുണ്ട്? 6 ടൈപ്സ് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ 5 എന്നേ കാണുന്നുള്ളൂ, കാരണം ഒരു ടൈപ്പ് 1 ഡാഷ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. സോ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രൂവ്സ് ആയിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഗ്രൂവ്സ് തന്നെയാണ്, പക്ഷെ എൻ്റയർ ലിപ്പ് കവർ ചെയ്യില്ല. അപ്പൊ ഫസ്റ്റും ഫസ്റ്റ് ഡാഷ് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഫസ്റ്റില് വെർട്ടിക്കൽ ഗ്രൂവ്സ് എൻ്റയർ ലിപ്പിൽ കവർ ചെയ്യും, സെക്കൻഡില് എൻ്റയർ ലിപ്പിൽ കവർ ചെയ്യില്ല. ഇനി ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഉള്ള ഗ്രൂവ്സ് ആയിരിക്കും, കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ടിങ് ഗ്രൂവ്സ് ആയിരിക്കും. ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ റെക്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഗ്രൂവ്സ് ആയിരിക്കും. ആൻഡ് ടൈപ്പ് 5 എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ക്യാരക്ടറിസ്റ്റിലൊന്നും പെടാത്തത്. നമ്മളിങ്ങനെ വേർഡ്സ് ആയിട്ട് പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനും നമുക്ക് പിക്ചർ ഒന്നും ആവില്ല തരാം, ഇതുപോലെ തന്നെയായിരിക്കും ഓപ്ഷൻസ് വരാം. സോ നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് വൺ, as per Gustafson's method, which of the following is the single most reliable criteria for determination of age from teeth in dead? ഇപ്പൊ ഗസ്റ്റാഫ്സൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീത്ത് ഉപയോഗിച്ചിട്ട് ഏജ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. മെയിൻ ആയിട്ട് ഡെഡ് പേഴ്സൺസിലാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ ടീത്ത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക. ഏജ് ആണ് നമുക്ക് ഇതിൽ അനലൈസ് ചെയ്യാൻ പറ്റുക. സോ ഇത് ഈ തന്നിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഡെൻഡൈൻ, സിമന്റം ഒപ്പോസിഷൻ, റൂട്ട് റിസോപ്ഷൻ, ട്രാൻസ്പെറൻസി ഓഫ് റൂട്ട്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഇതിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ, അല്ലെങ്കിൽ നമുക്ക് റിലയബിൾ ആയിട്ട് ഏജ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഏത് ക്യാരക്ടർ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ത് വരും? ആൻസർ ഈസ് ട്രാൻസ്പെറൻസി ഓഫ് റൂട്ട്. എന്തുകൊണ്ടാണ് ട്രാൻസ്പെറൻസി ഓഫ് റൂട്ട് ആൻസർ ആവാൻ റീസൺ? ദ ട്രാൻസ്പെറൻസി ഓഫ് ദ റൂട്ട് ഡെൻഡൈൻ ഇൻക്രീസസ് വിത്ത് ഏജ്. കാരണം ഇപ്പൊ നമ്മൾ ഒരാളുടെ പല്ല് നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ആ പല്ല് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് കാണാൻ പറ്റും. അങ്ങനെ അതാണ് നമ്മൾ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നല്ലോ. അപ്പൊ ഏജ് കൂടുന്തോറും ഈ ട്രാൻസ്പെറൻസി ഇൻക്രീസ് ആവും. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഉള്ള ക്യാരക്ടേഴ്സിൽ ഇതല്ലാണ്ട് വേറെ അട്രീഷൻ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത് ട്രാൻസ്പെറൻസി ഓഫ് റൂട്ട് ആണ്. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത് വൺ, running amok is a culture bound syndrome observed due to consumption of which of the following plant poisons? റണ്ണിങ് അമോക്ക് എന്ന് പറഞ്ഞ ഒരു തരം സിൻഡ്രോം ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയലന്റ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ അതായിരിക്കും അതിന്റെ മീനിങ്. അതാണ് ഇതിൽ ഏത് കൺസംഷൻ, ഏത് കഴിച്ചാലാണ് ആ ഒരു സിംറ്റം ഉണ്ടാവണേന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഈസ് കന്നാബിസ് സെറ്റൈവ, സെക്കൻഡ് ഈസ് ഡിജിറ്റലിസ് പുർപുറിയ, സി ഈസ് അബ്രസ് പ്രിക്കറ്റോറിയസ് ആൻഡ് ഡി ഈസ് അട്രോപ്പ ബെല്ലഡോണ. ഏതാണ് അതിന്റെ ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് കന്നാബിസ് സെറ്റൈവ ആണ് കറക്റ്റ് ആൻസർ. ഇനി എന്താണ് റണ്ണിങ് അമോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഹേവിയർ വിച്ച് ഇസ് വയലന്റ് ആൻഡ് അൺകൺട്രോൾഡ് വേയിലായിരിക്കും എന്ത് ചെയ്യുക, ആള് ബിഹേവ് ചെയ്യുക. ആ ഒരു ബിഹേവിയർ ഉണ്ടാവുന്നത് കന്നാബിസ് സെറ്റൈവ പ്ലാന്റ് കഴിച്ചു കഴിയുമ്പോഴാണ്. ഓക്കെ, ഇതൊരു പ്ലാന്റ് പോയിസൺ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ ഓർഗാനോ ക്ലോറിൻസ് വരുന്നത് ഡിൽഡ്രിൻ ആണ്, പൈറത്രോയിഡ്സ് വരുന്നത് അലത്രിൻ ആണ്, ഓർഗാനോ ഫോസ്ഫറസ് വരുന്നത് ഡൈമെറ്റോൺ ആണ്, കാർബമേറ്റ്സ് വരുന്നത് കാർബറൈൽ ആണ്. ഇവിടെ നമുക്ക് കാർബറൈറ്റ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാർബറൈറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ കാർബറൈൽ എന്ന് ഓർത്താൽ മതി, നമുക്ക് ഈസിയാണ്. ബാക്കി നമ്മൾ കൂടുതലും ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചാലാണ് നമുക്ക് ഇങ്ങനത്തെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് എക്സാമിന് വന്നതാണ്. സോ ആൻസർ എന്തായിരിക്കും? നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ വരാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂച്ച് ട്രാജഡിനെ പറ്റിയിട്ടാണ്. ഹൂച്ച് ട്രാജഡി ഈസ് എ ടേം അസോസിയേറ്റഡ് വിത്ത് സ്പ്യൂരിയസ് കൺസംഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡ്രഗ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്താണ് ഹൂച്ച് ട്രാജഡി എന്ന് ആദ്യം നോക്കാം. എ ഹൂച്ച് ട്രാജഡി typically refers to an incident of mass alcohol poisoning caused by the consumption of illegally producing or adulterated liquor. ഈ വേർഡാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇല്ലീഗലി പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വർ കൊണ്ട് ഉണ്ടാകുന്ന മാസ് ആയിട്ട് ഉണ്ടാവുന്ന എന്താണ് പോയിസണിങ്, ആൽക്കഹോൾ പോയിസണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൂച്ച് ട്രാജഡി എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഹൂച്ച് എന്ന് വിളിക്കുക. ഈ ഇല്ലീഗലി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ലിക്വേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇല്ലിസിറ്റ് ലിക്വർ എന്ന് പറയും. എന്നുവെച്ചാൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എത്തനോൾ ആണ് ലിക്വർ ആയിട്ട് യൂസ് ചെയ്യാറ്. ഈ എത്തനോളിനൊപ്പം മെത്തനോൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് എന്തുണ്ടാവുക, മാസ് ആയിട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടാവും, ഡെത്ത് വരെ എന്ത് ചെയ്യാ സംഭവിക്കാം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൂച്ച് ട്രാജഡി എന്ന് പറയാ. അത് മെയിൻ ആയിട്ട് എപ്പോഴാണ് ഉണ്ടാവുക, അഡൾട്രേറ്റഡ് അല്ലെങ്കിൽ ഇല്ലീഗലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ലിക്വർ കൊണ്ടാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്, ഇല്ലിസിറ്റ് ലിക്വർ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following methods for determination of blood group in dried blood stain is based on the detection of antibody?
ഓപ്ഷൻ എ അബ്സോർപ്ഷൻ എലൂഷൻ മെത്തേഡ്, ബി ലാറ്റിസ് ക്രസ്റ്റ് മെത്തേഡ്, സി മിക്സഡ് അഗ്ലൂട്ടിനേഷൻ മെത്തേഡ്, ഡി അബ്സോർപ്ഷൻ ഇൻഹിബിഷൻ മെത്തേഡ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് കണ്ട് നമുക്ക് അറിയാവുന്ന ഒരു മെത്തേഡ് എടുത്ത് എഴുതരുത്. ഡിറ്റർമിനേഷൻ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ഫ്രം ഡ്രൈഡ് ബ്ലഡ് സ്റ്റെയിൻ, ഡ്രൈ ആയിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻ നിന്ന് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാന്നാണ്. അപ്പൊ എന്ത് വരും ആൻസർ? ആൻസർ ഈസ് ലാറ്റിസ് ക്രസ്റ്റ് മെത്തേഡ് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എയും സിയും ഡിയും ഒക്കെ എന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്, പക്ഷെ ഡ്രൈ അല്ല, വെറ്റ് സ്റ്റെയിൻസിന്റെ കേസിലാണ്. സോ ഡ്രൈ സ്റ്റെയിനിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? ലാറ്റിസ് ക്രസ്റ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ഇനി എന്താ ലാറ്റിസ് ക്രസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. ലാറ്റിസ് ക്രസ്റ്റ് മെത്തേഡ് ഈസ് ഡെവലപ്ഡ് ബൈ ലിയോൺ ലാറ്റസ്, ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻ ഫോറൻസിക് സയൻസ് ടു ഡിറ്റർമിൻ ABO ബ്ലഡ് ടൈപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ. എന്താണ് ലാറ്റിസ് ക്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്? ലിയോൺ ലാറ്റസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലഡ് സ്റ്റെയിൻ ഇൻക്യുബേറ്റ് ചെയ്യും, എന്നിട്ട് സസ്പെൻഷൻസ് ഉണ്ടാക്കിയിട്ട് അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ എന്ന് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കും. അഗ്ലൂട്ടിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ബ്ലഡ് ടൈപ്പ് ആണെന്നാണ് അർത്ഥം, നമുക്കറിയാം. സോ അങ്ങനെയാണ് നമ്മൾ ലാറ്റിസ് ക്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെത്തേഡാണ് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ബ്ലഡ് സ്റ്റെയിനിലെ ബ്ലഡ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ 4 മെത്തേഡ്സ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞ വേർഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ബ്ലഡ് ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ആണെന്ന്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Reaction in Barberio's test for the chemical examination of seminal fluid detects the presence of which of the following? ഇപ്പൊ seminal fluid ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് ബാർബെരിയോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ടെസ്റ്റ് എന്തിന്റെ പ്രസൻസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? സ്പെർമിൻ ആണോ, പൈറുവേറ്റ് ആണോ, കോളിൻ ആണോ, അസ്കോബിക് ആസിഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ബാർബെരിയോസ് ടെസ്റ്റ് നോക്കാം അല്ലേ. സോ ബാർബെരിയോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റെയിൻ എടുക്കുക, ഡ്രൈഡ് ആയിട്ടുള്ള സ്റ്റെയിൻ എടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള പിക്രിക് ആസിഡ് ആഡ് ചെയ്യുക, എന്നിട്ട് ഗ്ലാസ് സ്ലൈഡ് വെച്ച് കവർ ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? യെല്ലോ നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് കാണാൻ പറ്റും. എന്തിന്റെ? സ്പെർമിന്റെ. അപ്പൊ നമുക്ക് ഇതിന് എന്താ കാണാൻ പറ്റുന്നേ? സ്പെർമിൻ ആണല്ലോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ? ബാർബെരിയോസ് ടെസ്റ്റ് എന്താന്ന് നോക്കാം. എന്താ ആഡ് ചെയ്യണ? പിക്രിക് ആസിഡ് ആണ്. ചിലപ്പോൾ ഇതും ചോദിക്കാം നമുക്ക്, ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് സ്പെർമിൻ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, ഏത് കളർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, യെല്ലോ നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. കാരണം ഇതിൽ ഓരോ എക്സ്പ്ലനേഷനിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Squash on the printed documents is the characteristics of which of the following printing techniques? Option A gravure, option B lithography, option C letterpress, option D laser. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സ്ക്വാഷ് എന്ന് നോക്കാം. സ്ക്വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രഷർ അല്ലെങ്കിൽ ഇംപ്രഷൻ കൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ പ്രിന്റഡ് ആയിട്ടുള്ളതിലൊക്കെ ചില ഇമേജസ് കുറച്ച് ഇങ്ങനെ റേസ് ആയിട്ടിരിക്കുന്നുണ്ടാവും, ചില ടെക്സ്റ്റ് അല്ലെങ്കിൽ ചില ഇമേജസ് ഒക്കെ. ആ ഒരു റേസിംഗ് ഓഫ് ദ പ്രിന്റ്, ആ ഒരു ഇതിനെയാണ് നമ്മൾ സ്ക്വാഷ് എന്ന് പറയാ. അത് ഏത് ടൈപ്പ് ഓഫ് പ്രിന്റിങ്ങിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ലെറ്റർ പ്രസ് പ്രിന്റിംഗ് ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ എക്സ്പ്ലനേഷനിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് നോക്കാം.